അപ്പൊ ചേട്ടൻ ആർക്കും അങ്ങനെ പിടികൊടുക്കാത്ത ആളാണ് വിനീതേട്ടന് മാത്രമാണ് പിടികൊടുത്തിട്ടുള്ളതെന്ന് തോന്നുന്നു. അതെനിക്കറിയില്ല. ചോദിച്ചിട്ടില്ലേ എന്താണ് ഇങ്ങനെ പിടി തരാതെ നടക്കുന്നതെന്ന് ചോദിച്ചിട്ടില്ലേ? ഇല്ല, ഞാൻ പൊതുവെ അങ്ങനെ അവരുടെ ബൗണ്ടറീസിലോട്ട് ഞാൻ അങ്ങനെ സ്റ്റെപ്പ് ഇൻ ചെയ്യില്ല. രണ്ടിലും അത്രയും ആക്റ്റീവ് അല്ല, രണ്ടിലും എന്നാൽ അത്യാവശ്യം ആക്റ്റീവ് ആണ്. ഗോകുലിന്റെ ശ്രദ്ധിക്കപ്പെട്ട ഒരു സീനാണ് 21ാം നൂറ്റാണ്ടിലെ പ്രണവിനൊപ്പമുള്ള ആ ഒരു സീൻ. അത് വളരെ കുറച്ച് ഉണ്ടായിരുന്നെങ്കിലും പ്രേക്ഷകർ അത് ഏറ്റെടുത്തു. അപ്പം അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ്, പ്രണവുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ പോകുന്നു? അപ്പൊ ചേട്ടൻ ആർക്കും അങ്ങനെ പിടികൊടുക്കാത്ത ആളാണ് വിനീതേട്ടന് മാത്രമാണ് പിടികൊടുത്തിട്ടുള്ളതെന്ന് തോന്നുന്നു. അതെനിക്കറിയില്ല. ചോദിച്ചിട്ടില്ലേ എന്താണ് ഇങ്ങനെ പിടി തരാതെ നടക്കുന്നതെന്ന് ചോദിച്ചിട്ടില്ലേ? ഇല്ല, ഞാൻ പൊതുവെ അങ്ങനെ അവരുടെ ബൗണ്ടറീസിലോട്ട് ഞാൻ അങ്ങനെ സ്റ്റെപ്പ് ഇൻ ചെയ്യില്ല. എനിക്കത് അവരുടെ ആ ഒരു രീതി, അപ്പൊ ചേട്ടൻ്റെ ആ ഒരു രീതി എനിക്ക് ഭയങ്കര ഇഷ്ടം. അതിലും തെറ്റൊന്നുമില്ല. അതെ, ലാൽ സാർ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് ഫോളോ ചെയ്യാൻ പറ്റാത്ത ഒരു ലൈഫാണ് മകൻ ലീഡ് ചെയ്യുന്നത്. അതില് അദ്ദേഹത്തിന് വരെ സന്തോഷമാണെന്നല്ലേ പറയുന്നത്. അപ്പം അങ്ങനെ നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഒരുമിച്ചുള്ള ആക്ടിങ്ങും ആ ഒരു ലൊക്കേഷൻ സെറ്റും എല്ലാം എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങൾ രണ്ടാളും നല്ല സ്ട്രെസ്ഡ് ഔട്ട് ആയിരുന്നു. എങ്ങനെ ഡെലിവർ ചെയ്യണം എന്നുള്ള ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എനിക്ക് ഇദ്ദേഹത്തിന്റെ അടുത്ത് നിൽക്കുന്നതിന്റെ ബുദ്ധിമുട്ടും അപ്പൊ ചേട്ടന് ഈ സെറ്റ് അവര് പറയുന്നത്. അവരോടൊക്കെ എന്താ പറയാനുള്ളത്? അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചത് സക്സസ്ഫുൾ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ വേറെ ഏതോ വലിയ ലെവലിൽ എത്തിയാണ്. അപ്പൊ അത് ഇമിറ്റേറ്റ് ചെയ്യാൻ അങ്ങനെ ശ്രമിച്ചിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നാച്ചുറലായിട്ട് എന്തെങ്കിലുമൊക്കെ ജനറ്റിക് സാധനം വരുമല്ലോ, എല്ലാവർക്കും അവരവരുടെ തന്തമാരുടെ ഇത് വരുമല്ലോ. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളൂ. ഞാൻ അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതേ മണ്ടത്തരാ. അതുകൊണ്ട് ഞാൻ അങ്ങനെ ശ്രമിച്ചിട്ടില്ല ഒരിക്കലും. എന്തെങ്കിലും തോന്നും ആ സിമിലാരിറ്റി, ചിലപ്പോൾ തിരിയുമ്പോഴോ എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലും ഷോർട്സ് ഒക്കെ പ്ലേസ് ചെയ്യുന്നതിൽ ഒരു സാധനം, ഒരു ജസ്റ്ററോ എന്തെങ്കിലും വരുമ്പോൾ അച്ഛൻ്റെതായിട്ട് സിമിലർ ആയിട്ട് വന്നതായിരിക്കാം. ഗണേഷ് കുമാർ സാർ പക്ഷെ പറഞ്ഞു എനിക്ക് അച്ഛനേക്കാളും നല്ലോണം ഹ്യൂമർ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു. അതെ, ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്തു. ഗോകുലി സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആണോ? അത്രയ്ക്കല്ല. എന്തെങ്കിലും റെലവെന്റ് ആയിട്ടുള്ള വർക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് എന്നെ തന്നെ എക്സ്പോസ് ചെയ്യാനായിട്ട് തോന്നാറുള്ളൂ. അറിയാതെ ഞാനും സ്വന്തം അച്ഛൻ്റെയോ അമ്മയുടെയോ ബർത്ത്ഡേ വിഷ് എന്തെങ്കിലും ഇട്ടാൽ അതിന് വരെ ക്രിറ്റിസിസമാണ്. അപ്പൊ പിന്നെ അതും കൂടി കുറയ്ക്കാമെന്ന് വിചാരിച്ചു. പ്രൈവറ്റ് ആയിട്ട് വേറെ അക്കൗണ്ട് ഉണ്ടോ, ഒഫീഷ്യൽ അല്ലാതെ? പേഴ്സണൽ അക്കൗണ്ട് എനിക്ക് ആദ്യമേ ഉണ്ടായിരുന്നത്. പിന്നീട് വെരിഫൈ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്റെ പേഴ്സണൽ അക്കൗണ്ട് വെരിഫൈ ചെയ്യണം എന്നില്ലായിരുന്നു. അതുകൊണ്ട് വേറൊരു പേജ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത്. രണ്ടിലും അത്രയും ആക്റ്റീവ് അല്ല, രണ്ടിലും എന്നാൽ അത്യാവശ്യം ആക്റ്റീവ് ആണ്. ഗോകുലിന്റെ ശ്രദ്ധിക്കപ്പെട്ട ഒരു സീനാണ് 21ാം നൂറ്റാണ്ടിലെ പ്രണവിനൊപ്പമുള്ള ആ ഒരു സീൻ. അത് വളരെ കുറച്ച് ഉണ്ടായിരുന്നെങ്കിലും പ്രേക്ഷകർ അത് ഏറ്റെടുത്തു. അപ്പം അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ്, പ്രണവുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ പോകുന്നു? അപ്പൊ ചേട്ടൻ ആർക്കും അങ്ങനെ പിടികൊടുക്കാത്ത ആളാണ് വിനീതേട്ടന് മാത്രമാണ് പിടികൊടുത്തിട്ടുള്ളതെന്ന് തോന്നുന്നു. അതെനിക്കറിയില്ല. അതെനിക്കറിയില്ല. ചോദിച്ചിട്ടില്ലേ എന്താണ് ഇങ്ങനെ പിടി തരാതെ